നമസ്കാരം. ലൈറ്റ് അപ്പ് യുവർ വേൾഡ് എത്ര മനോഹരമായൊരു വാചകമാണല്ലേ. നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാകുമ്പോഴാണ് ഒരുപാട് സന്തോഷം നമുക്കുണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ബിൽഡിങ്ങുകളും ഓഫീസുകളും നമുക്കിഷ്ടപ്പെട്ട ഷോപ്പുകളും ഒക്കെ വർണ്ണ മനോഹരമാകുമ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് തോന്നും. എന്നാൽ വർദ്ധിച്ചു വരുന്ന കറണ്ട് ബില്ല് അതിനൊരു തടസ്സമാണ്. അതിനൊരു ശാശ്വത പരിഹാരം നൽകുന്ന ഇൻവെർട്ടർ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന, സോളാർ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് എൻറ്റയർ മീഡിയയുടെ ചോയ്സ് ഓഫ് കേരള ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ മാഞ്ഞൂരുള്ള പ്രൈം ടെക് എന്ന സ്ഥാപനം. വ്യത്യസ്തമായ ഒരുപാട് സോളാർ ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ് സോളാർ ഉൽപ്പന്നങ്ങൾ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ സേവനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. കമാൺ. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ കഴിഞ്ഞ 26 വർഷത്തിലേറെയായി ഇൻവെർട്ടർ, UPS ബാറ്ററികളുടെ നിർമ്മാണ രംഗത്തും വിപണന രംഗത്തും 10,000-കണക്കിന് കസ്റ്റമേഴ്സുമായി മുന്നേറുന്ന, അതേപോലെ സോളാർ സിസ്റ്റങ്ങളൊക്കെ വളരെ ലാഭകരമായി നമുക്ക് ലഭിക്കുന്ന പ്രൈം ടെക്കിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട നമ്മുടെ അനീഷേട്ടൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് പേര് പറഞ്ഞില്ല, രണ്ടുപേരും എന്നോടൊപ്പം ഉണ്ട്. ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ അനീഷേട്ടാ, ഇവിടെ എന്തൊക്കെയാണ് ഈ ഡിസ്പ്ലേ ഐറ്റംസ്? ഒരുപാട് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ? എനിക്കൊന്നറിയണം. ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ മെയിൻലി ഇൻവെർട്ടർ UPS മാനുഫാക്ചറാണ്. പ്രൈം ടെക് എന്ന് പറഞ്ഞ പേരിൽ തന്നെ നമ്മൾ ബ്രാൻഡിൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര കസ്റ്റമൈസ് റിവ്യൂ ആണല്ലോ. അതുണ്ട്. അതായത് ഞങ്ങളുടെ കസ്റ്റമറാണ് ഞങ്ങളുടെ എല്ലാം. കസ്റ്റമറാണ് നമ്മുടെ രാജാവ്. പിന്നല്ല, ആ കാര്യത്തിൽ ഞങ്ങൾ എന്താ പറയുക, പുലിയ. അത് ഞങ്ങളുടെ സർവീസ് അത്ര അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് ഓർഡറുകൾ വരുന്നുണ്ട്. എന്താ പറയുക, പിന്നെ ഞങ്ങൾക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേ ഇവിടെ കാണുന്ന കുറേ ബാറ്ററീസ് കാണുന്നുണ്ട്. അതെ. ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് ഞങ്ങളുടെ ഇൻവെർട്ടറാണ്, 12 വോൾട്ട് സിസ്റ്റമാണ്. അത് തന്നെ നമുക്ക് 1100 VA മുതൽ 1500 VA 12 വോൾട്ടിലും, അതിന് മുകളിലേക്ക് നമുക്ക് 5 kVA 48 മുതൽ നമ്മളൊരു 10 കിലോവാട്ട് വരെ മാനുഫാക്ചറിങ് ഉണ്ട്. ശരി. അതുകൂടാതെ നമ്മൾ അമർരാജയുടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണുണ്ട്. ഇതിലെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉള്ളതാണ് അല്ലേ? ഉണ്ട്. ഇതിലൊക്കെ 2 വർഷം ഫുൾ ഗ്യാരണ്ടിയാണ്. അത് ആരും കൊടുക്കാത്ത, ലൈറ്റ്നിങ്ങിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ശരി. മൊത്തം ഫെയിലായി പോയാലും കത്തിപ്പോയാലും ഞങ്ങളുടെ പ്രോഡക്റ്റിന് ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കും. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത കസ്റ്റമർ പറയുന്നത് ആഫ്റ്റർ സർവീസ് പ്രൈം ടെക്കിൻ്റെ ഏറ്റവും വലിയ ഒരു ഗ്യാരണ്ടിയാണ്. എപ്പോൾ വിളിച്ചാലും ലൈവിലുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഞങ്ങളുടെ പിള്ളേർ അവന്മാരാണ് നമ്മുടെ പവർ. കാരണം ഏത് സമയത്തും ഇപ്പോൾ ഒരു സൺഡേ ആണെങ്കിൽ പോലും അവധിയാണ്, അർജൻറ്റാണ്, ഞങ്ങൾ പോയി ചെയ്യും. അതാണ് ഞങ്ങളുടെ വിജയം. സ്കിൽഡ് ലേബേഴ്സാണ് ഇവിടെ ഉള്ളത്. അത് ചുണക്കൊട്ടന്മാരല്ലേ? എല്ലാവരും തന്നെ നല്ല ഒത്തിരി വർഷം പഴക്കമുള്ള നമ്മുടെ കൂടെ. അതൊരു വലിയ ഘടകമാണ്. ഏത് സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫുകളാണ്. ഞാനിവിടെ വന്നപ്പോൾ തന്നെയാണെങ്കിൽ അവളുടെ ഒരു പെരുമാറ്റം അത് എനിക്ക് ശരിക്കും ആകർഷണമായിട്ട് തോന്നി. അപ്പോൾ അതാണ് ശരിക്കും 26 വർഷവും ഈ രംഗത്ത് ഇങ്ങനെ പുലിയായിട്ട് മുന്നേറാൻ കാരണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളിലേക്ക് ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ ഇത് ആംറോണിൻ്റെ പ്രോഡക്റ്റുകളാണ്. ആംറോണിൻ്റെ നമുക്ക് കോട്ടയം ഡിസ്ട്രിബ്യൂഷനായിട്ടാണ് ഉള്ളത്. ആംറോൺ ക്വാണ്ട SMF ഡിവിഷനാണ്. നമുക്ക് UPS, ഓൺലൈൻ UPS അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ പോകുന്നത് ആംറോൺ ക്വാണ്ടയാണ്. പിന്നെ വണ്ടികളുടെ ബാറ്ററിയിൽ പവർസോൺ ആണ്. പവർസോണിൻ്റെ എല്ലാ റേഞ്ച് ബാറ്ററികളുണ്ട്. ട്യൂബുലർ ബാറ്ററി ഉണ്ട്. ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റിൽ വണ്ടികളുടെ, കാറുകളുടെ, സ്കൂട്ടറുകളുടെ എല്ലാ ബാറ്ററികളുണ്ട്. പിന്നെ മെയിൻലി ഇത് ആംറോൺ സോളാർ ഡിവിഷന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് അമർരാജയുടെ പ്രോഡക്റ്റാണ് ആംറോൺ സോളാർ. ഇതും നമുക്ക് SMF ഡിവിഷനും വരുന്നുണ്ട്, ട്യൂബുലർ ഡിവിഷനും വരുന്നുണ്ട്. ഇതിനൊക്കെ എന്ന് വെച്ചാൽ 5 വർഷം ഫുൾ ഗ്യാരണ്ടിയാണ്. നമുക്ക് ഇതിനൊക്കെ EMI സംവിധാനം ഉണ്ട്. നമുക്ക് ബജാജിൻ്റെ EMI ഉണ്ട്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ EMI സംഭവം ചെയ്യണുണ്ട്. ശരി, ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിൽ ഇത്രയൊക്കെ ഐറ്റംസ് ആണുള്ളത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക്. ഓക്കെ. അങ്ങനെ പ്രൈം ടെക്കിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് നമ്മൾ സാർ അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് സർവീസിംഗ് ഉണ്ട്. എല്ലാ ബ്രാൻഡുകളുടെ സർവീസ് ഉണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഇൻവേർട്ടറുകൾ, അതായത് സോളാർ, UPS, ഓൺലൈൻ UPS, ശരി, എല്ലാ ബ്രാൻഡുകളുടെയും നമുക്ക് സർവീസ് ചെയ്യുന്നുണ്ട്.
പിന്നെ അതുകൂടാണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ കമ്പോണൻറ്റ് ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ബാക്കിയുള്ള ബ്രാൻഡുകൾ വെച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ഇതിനകത്ത് എന്താണോ പോയേക്കണം അത് മാത്രമായിട്ട് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ആളുകൾക്ക് ആവശ്യം അത് തന്നെയാണല്ലോ, മൊത്തത്തിൽ മാറാതെ. എന്താണ് എൻ്റെ പ്രത്യേകത? എല്ലാ പ്രോഡക്റ്റുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറും, മൊത്തത്തിൽ ബോർഡ് ഫുള്ള് മാറുന്ന ഒരു അവസ്ഥയാണ്. നമുക്കത് എന്താണോ പോയേക്കണം അത് തന്നെ മാറാനുള്ളൊരു വലിയൊരു കാര്യമാണത്. സർവീസ് ചാർജ് വളരെ കുറവായിരിക്കും, കംപ്ലൈൻറ്റ് റേഷ്യോ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ തന്നെ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഒത്തിരി പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷനും കാര്യങ്ങളും ലൈറ്റ്നിങ്ങിനും ഒക്കെ. അതെ, ഓരോ ദിവസങ്ങളും ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അതാണ് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ്. നമ്മുടെ സോളാർ ഹീറ്റർ ഞാനിങ്ങനെ കണ്ടു, സോളാർ നമ്മുടെ വലിയൊരു പ്രത്യേക ഐറ്റം തോന്നുന്നു അല്ലേ? അല്ല, അത് നമ്മുടെ റാക്കോളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് നമുക്ക് കോട്ടയം. അതിനകത്ത് നമുക്ക് സോളാറിൻ്റെ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് സെക്ഷൻ ഇല്ല, സോളാർ വാട്ടർ ഹീറ്റർ, നമ്മുടെ ഹീറ്റ് പമ്പ്, നമ്മുടെ വരുന്നില്ല ആ സോളാറിൻ്റെ എല്ലാ ഐറ്റങ്ങളും, അതായത് റാക്കോൾഡിൻ്റെ സോളാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും നമ്മൾ പ്രോഡക്റ്റ് സർവീസും സെയിലും ചെയ്യുന്നുണ്ട്. അത് ശരി. ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് നമ്മൾ ഏകദേശം ഒരു 500 പരം ഓഫ് ഗ്രിഡുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഓൺ ഗ്രിഡിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് ഇച്ചിരി കുറവാണ്. എന്നാൽ പോലും പണ്ടത്തെ അതായത് ഏകദേശം ഒരു ഓഫ് ഗ്രിഡ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ നമ്മൾ ഓഫ് ഗ്രിഡ് രംഗത്തുണ്ട്. അന്ന് സീറോ ഡ്രോപ്പ് മുതൽ ഇപ്പോൾ MBBT വരെ വെച്ചിട്ടുള്ളത് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിനൊക്കെ ബാറ്ററിക്ക് തന്നെ ഈ ആമറോണിൻ്റെയും 5 വർഷം ഫുള്ള് റീപ്ലേസ്മെൻ്റ് ആണ്. ആണല്ലേ? അതുകൊണ്ട് കസ്റ്റമറൊക്കെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. പിന്നെ ഓൺ ഗ്രിഡിൽ നമ്മൾ സബ്സിഡി വരുന്ന സ്കീമില്ലേ, സർക്കാരിൻ്റെ സബ്സിഡി സ്കീം ചെയ്യുന്നുണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഈ രംഗത്ത് പ്രഗത്ഭനായ ഒരു വ്യക്തി ഞാൻ ചോദിക്കുകയാണ്, കറണ്ട് ബില്ലുകൾ ഓരോ ദിവസം ഇങ്ങനെ കൂടി വരികയാണ്. നമ്മുടെ കറണ്ട് ബില്ല് നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗമാണതിപ്പോൾ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും? അല്ല, ഒരു 3000 എബോ കറണ്ട് ബില്ലുള്ള ഒരു വീട്ടിൽ ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ അവരുടെ ബില്ല് നമുക്ക് 0 എത്തിക്കാൻ പറ്റും, ഒരു മിനിമം ചാർജിൽ എത്തിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നല്ല സബ്സിഡികളാണല്ലോ, 78,000 രൂപയോളം സർക്കാരിൻ്റെ സബ്സിഡി കിട്ടുന്നുണ്ട്. പിന്നെ 3 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെ 78,000 രൂപയോളം സബ്സിഡി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഇപ്പം ഓൺ ഗ്രിഡിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. പ്രൈം ടെക്കിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് 26 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്ഥാപനമാണ്. ഒപ്പം അനീഷ് ചേട്ടൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് വാമഭാഗം കൂടെ ഉണ്ട്. എങ്ങനെയാണ് ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നത്? ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്ന അനീഷേട്ടന് കുറച്ച് പ്ലാനുകൾ ബിസിനസ്സിലുണ്ട്, അതിന് കൂടെ നിൽക്കുന്നു. ഞങ്ങളുടെ യാത്ര കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ യാത്രകളാണ് ഞങ്ങൾ കൂടുതലും ബിസിനസ് പ്ലാനിങ്ങുകളെ കുറിച്ച് ഒരു എന്താ പറയുന്നത് ഒരു ചിത്രം വരയ്ക്കുന്നത്. അതെ. ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ കൂടുതലും നമ്മുടെ പുതിയ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു സംസാരം ഉണ്ടാവും, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവും. അതിനെ ഞാൻ ഇവിടെ വന്ന് നോട്ട് ചെയ്തിട്ട് അതിനെ നമ്മളൊന്ന് ഫോളോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതെ. അപ്പോൾ എന്നാലും ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യട്ടെ, പുതിയ സംരംഭങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. വളരെ നേരം ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. അപ്പോൾ ഇനി നമ്മൾ കറണ്ട് ബില്ല് ഓർത്ത് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. പ്രൈം ടെക് നമ്മുടെ പ്രിയപ്പെട്ട അനീഷ് സാറും അദ്ദേഹത്തിൻ്റെ വൈഫും നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതിന് ശാശ്വതമായ പരിഹാരമുണ്ട്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട്. ഇന്ന് തന്നെ ഇവിടേക്ക് വരിക. അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മനോഹരമായ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. പ്രിയപ്പെട്ട ക്യാമറാമാൻ റിജോയ് പറവൂറിനൊപ്പം അനീഷ് ചേട്ടൻ്റെ ഫാമിലിക്കൊപ്പം സൈനിങ് ഓഫ്. ഷിയാ ചങ്ങനാശ്ശേരി.